നമസ്കാരം. ഈ ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ പൂർണ്ണമായും സ്കൂൾ ടെക്സ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും. സിലബസിൽ എന്താണോ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും, കൃത്യമായിട്ട് സ്കൂൾ ടെക്സ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് പഠിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നോക്കിക്കേ, ഒരു വസ്തുവിന്റെ ചലനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നു ചലനം. ഒരു വസ്തു എപ്പോഴാണ് ചലനത്തിലാണ് എന്ന് പറയുന്നത്? അതായത് മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണ് ഒരു വസ്തുവിന് ചലനമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. നോക്കാം. ഇത് റോഡാണെന്ന് സങ്കല്പിക്കുക, ഇത് ബസ് ആണെന്ന് സങ്കല്പിക്കുക, ഇത് ഓരോരുത്തരും ബസ്സിലിരിക്കുന്ന യാത്രക്കാരാണെന്ന് സങ്കല്പിക്കുക. പടം വരയ്ക്കുന്നതിൽ നല്ല കഴിവുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നോക്കിക്കേ, റോഡാണ്, ബസ്സാണ്, ബസ്സിലെ യാത്രക്കാരാണ്. റോഡിനെ അപേക്ഷിച്ചുകൊണ്ട് ബസ്സിലേക്ക് നോക്കുമ്പോൾ ബസ് ചലിക്കുന്നു എന്ന് നമുക്ക് പറയാം. റോഡിനെ അപേക്ഷിച്ച് ബസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബസ് ചലിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബസ്സിനെ അപേക്ഷിച്ച് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നില്ല. റോഡ് നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയാം. അതായത് റോഡിനെ അപേക്ഷിച്ച് ബസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ബസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സിനെ അപേക്ഷിച്ച് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ റോഡ് സഞ്ചരിക്കുന്നില്ല, റോഡ് അവിടെ നിശ്ചലാവസ്ഥയിലാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. റോഡിനെ അപേക്ഷിച്ച് ബസ്സിലിരിക്കുന്ന യാത്രക്കാരെ നോക്കൂ. റോഡിനെ അപേക്ഷിച്ച് ബസ്സിലിരിക്കുന്ന യാത്രക്കാരെ നോക്കുകയാണെങ്കിലും അവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബസ്സിലിരിക്കുന്ന യാത്രക്കാരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ബസ്സിനെ അപേക്ഷിച്ച് ബസ്സിലെ യാത്രക്കാരെ നോക്കൂ. ബസ്സിനെ അപേക്ഷിച്ച് ബസ്സിലെ യാത്രക്കാരെ നോക്കുകയാണെങ്കിൽ യാത്രക്കാർ സഞ്ചരിക്കുന്നില്ല, മറിച്ച് ബസ് അവിടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ ബസ്സിനെ ആസ്പദമാക്കിക്കൊണ്ട് യാത്രക്കാരെ നോക്കുകയാണെങ്കിൽ യാത്രക്കാർ ഇരിക്കുകയാണ്, ബസ് സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിനോട് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്നത് അവലംബക വസ്തു എന്നുള്ളതാണ്. നോക്കിക്കേ, അവലംബക വസ്തു കാണാൻ കഴിയുന്നുണ്ടോന്ന് അറിയത്തില്ല. അവലംബക വസ്തു. അതേ നോക്കി, ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിനെയാണ് നമ്മൾ പറയുന്നത്. ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിനെ. അപ്പൊ ആ അപേക്ഷിച്ച് എന്നുള്ള വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. ഇവിടെ ബസ് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് റോഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ബസ് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് റോഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റോഡ് എന്ന് പറയുന്നത് എന്താണ്? റോഡാണ് ഇവിടെ അവലംബക വസ്തു. മനസ്സിലാവുന്നുണ്ടോ? ബസ്സിനെ അപേക്ഷിച്ച് റോഡ് ചലിക്കുന്നില്ല. നമ്മൾ ബസ്സിനെ അപേക്ഷിച്ചിട്ടാണ് റോഡിന്റെ കാര്യം പറയുന്നെങ്കിൽ ബസ് ആകും അവിടെ അവലംബക വസ്തു. റോഡിനെ അപേക്ഷിച്ച് ബസ്സിന്റെ കാര്യം പറഞ്ഞാൽ റോഡ് അവലംബക വസ്തുവാകും. അപ്പൊ നമ്മൾ ആരെയാണോ കമ്പയർ ചെയ്യുന്നത്, ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. ബസ്സിനെ അപേക്ഷിച്ച് റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബസ് അവലംബക വസ്തുവാകും. റോഡിനെ അപേക്ഷിച്ച് ബസ്സിന്റെ കാര്യം പറഞ്ഞാൽ റോഡ് അവലംബക വസ്തുവാകും. അപ്പൊ ആരെ അപേക്ഷിച്ച് ആരുടെ കാര്യം പറയുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തത് അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണെന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം. ഇനി അവലംബക വസ്തു ഒന്നും മനസ്സിലാക്കാത്തവര് അത് വിട്ടേക്കുക. ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിലാണ് ആ വസ്തു ചലനത്തിലായിരിക്കുന്നത് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു വസ്തു ചലനത്തിലാവുന്നത്? ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നെങ്കിൽ ചലനത്തിലാണെന്ന് പറയാം. ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ ചലനത്തിലാണെന്ന് പറയാം. നോക്കിക്കേ, ബസ് ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു, നിലവിൽ ബസ് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇതാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്.
റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബസ് എന്താണ്? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോഡിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബസ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്, റോഡിനെ അപേക്ഷിച്ച് ബസ്സിന് ചലനമുണ്ട്, ബസ്സിന്റെ സ്ഥാനം മാറുന്നുണ്ട്. റോഡിനെ അപേക്ഷിച്ച് ബസ്സിന് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ബസ്സിന് ചലനമുണ്ട് എന്നാണ് അർത്ഥം. റോഡിനെ അപേക്ഷിച്ച് ബസ്സിന്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ ബസ്സിന് ചലനമില്ല, നിശ്ചലാവസ്ഥയാണെന്നാണ് അർത്ഥം. അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് റോഡിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ, ബസ്സിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ വസ്തു ചലനത്തിലാണെന്നും ബസ് ചലനത്തിലാണെന്ന് പറയാം. റോഡിനെ അപേക്ഷിച്ച് ബസ്സിന്റെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ബസ് ചലനത്തിലാണെന്ന് പറയാം. സ്ഥാനം മാറുന്നില്ല, ബസ്സിന് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം. അപ്പൊ അവലംബക വസ്തു ബസ്സിന്റെയും റോഡിന്റെയും കാര്യത്തിൽ റോഡിനെ അപേക്ഷിച്ചിട്ടാണ് ബസ്സിന്റെ ചലനത്തിന്റെ കാര്യം പറയുന്നതെങ്കിൽ റോഡെന്ന് പറയുന്നത് അവലംബക വസ്തുവായിരിക്കും, ബസ് ചലനത്തിലായിരിക്കും. റോഡിനെ അപേക്ഷിച്ച് ബസ് ചലിക്കുന്നുണ്ടെങ്കിൽ ബസ് ചലനത്തിലാണെന്നും, റോഡിനെ അപേക്ഷിച്ച് ബസ് ചലിക്കുന്നില്ല എങ്കിൽ ബസ് നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അവലംബക വസ്തു എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാണ് ഒരു വസ്തു ചലനത്തിലാണെന്ന് പറയുന്നത്? ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നെങ്കിൽ, ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുകയാണെങ്കിലാണ് അതിന് ചലനമുണ്ടായതായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദൂരം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദൂരം എന്ന് പറയുന്നത്. എന്താണ് ദൂരത്തെ പറ്റി പറയുന്നത്? ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം, നോക്കിക്കേ, പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം നോക്കിക്കേ. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി ആണ്. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എനിക്ക് ഇങ്ങനെ എത്താം, ഇങ്ങനെ എത്താം, ഇങ്ങനെ എത്താം, ഇങ്ങനെ കറങ്ങി എത്താം, ഇനി ഇങ്ങനെ നേർരേഖയിലും എത്താം. നേർരേഖയാണ് ഇത് കേട്ടോ. അപ്പോ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നെങ്കിൽ, ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ വളഞ്ഞാണ് പോയതെങ്കിൽ ഇതാണ് അവിടുത്തെ ദൂരം. താഴെ കൂടെയാണ് പോയതെങ്കിൽ അതാണ് അവിടുത്തെ ദൂരം. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ ദൂരം എന്ന് പറയുന്നു. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളം, ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ ദൂരം എന്ന് പറയുന്നു. നോക്കിക്കേ, ഒരു വസ്തു ഇവിടുന്ന് സഞ്ചരിച്ച് ദേ ബിയിലെത്തി, ഇതുവഴി സഞ്ചരിച്ച് ബിയിലെത്തി, ഇതുവഴി സഞ്ചരിച്ച് ബിയിലെത്തി, ഇതുവഴി സഞ്ചരിച്ച് ബിയിലെത്തി. അപ്പോ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ ദൂരം എന്ന് പറയുന്നു. ദൂരത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. എയിൽ നിന്ന് ബിയിലേക്കാണ് വസ്തു സഞ്ചരിക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് ആ വസ്തുവിന് ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ കറങ്ങി പോകാം, നാട് മൊത്തവും ചുറ്റാം, എങ്ങനെ വേണേലും നേർരേഖയിലും പോകാം. അപ്പോ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം, ആകെ നീളത്തെ ദൂരം എന്ന് പറയാം. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അടുത്തത് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ദൂരം പറയുമ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് വേഗം എന്ന് പറയുന്നത്. വസ്തുവിന്റെ വേഗം അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്. നോക്കിയേ, യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സമയം കൊണ്ട്, യൂണിറ്റ് സമയം കൊണ്ടെന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിനെയാണ് യൂണിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് സമയമാണ് യൂണിറ്റ് സമയം. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞു. അപ്പം വേഗം അല്ലെങ്കിൽ വേഗത, വേഗത എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരം, ദൂരമാണ്. എത്ര ദൂരമാണ്? യൂണിറ്റ് സമയം കൊണ്ട്, യൂണിറ്റ് സമയം കൊണ്ട്. അപ്പം
ഒരു യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് ആ വസ്തുവിന്റെ വേഗം അല്ലെങ്കിൽ വേഗത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. ഇപ്പൊ വേഗത അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് എന്ന് പറയും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നോക്കിക്കേ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരമാണ്. ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് വസ്തുവിന്റെ വേഗത എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണേ. ഇപ്പൊ വസ്തുവിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ആ വസ്തു സഞ്ചരിച്ച ദൂരം. വസ്തുവിന്റെ വേഗത എന്ന് പറയുന്നത് എന്താണ്? വസ്തു സഞ്ചരിച്ച ദൂരം ഭാഗം സമയം. ദൂരം ഭാഗം സമയം. ഇനി ഒരു വസ്തു സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട്, ആ വസ്തു സഞ്ചരിച്ച സമയം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേഗത കിട്ടും. വസ്തു സഞ്ചരിച്ച വേഗത തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ടെങ്കിൽ ദൂരം കണ്ടുപിടിക്കുന്നതിനാണ് വസ്തു സഞ്ചരിച്ച സമയമുണ്ട്, വസ്തു സഞ്ചരിച്ച വേഗതയുണ്ടെന്നുണ്ടെങ്കിൽ വേഗത ഇൻറ്റു സമയം എന്നെടുത്താൽ മതി. വസ്തു സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം, വസ്തു സഞ്ചരിച്ച വേഗതയും സമയവും തന്നിട്ടുണ്ടെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനായിട്ട് വേഗത ഗുണം സമയം എടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കുക. സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സമയം ഈ ഇക്വേഷൻ ഒന്ന് കാണാപ്പാടം പഠിക്കണ്ട, ജസ്റ്റ് നമ്മളെ പഴയ മാത്തമാറ്റിക്കൽ സ്കില്ലൊന്ന് പൊടി തട്ടി എടുത്താൽ മാത്രം മതി. സമയം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സമയത്തെ നേരെ ഇനി കൊണ്ടുവരണം, വേഗതയെ താഴോട്ടിറക്കണം. നോക്കിയേ, ദൂരം ഭാഗം വേഗത. കണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്രയും അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുണ്ട്. വേഗത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നു. വേഗത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് വേഗത യൂണിറ്റ് ആയിട്ട് വന്നത്? വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വന്നത് എങ്ങനെയാണ്? നോക്കിക്കേ, നമ്മൾ വേഗതയുടെ കാര്യം പറഞ്ഞു. വേഗത എന്ന് പറയുന്നത് വസ്തു സഞ്ചരിച്ച ദൂരം ഭാഗം യൂണിറ്റ് സമയം എന്ന് പറഞ്ഞു. ഭാഗം സമയം. വസ്തു സഞ്ചരിച്ച ദൂരം ഭാഗം സമയമാണ് വേഗത. സമയം. അപ്പൊ ദൂരം ഭാഗം സമയമാണ് വേഗത. നമുക്കറിയാം ദൂരം ഭാഗം സമയം വേഗതയാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും മീറ്ററിലാണ് പറയുന്നത്. സമയത്തിന്റെ യൂണിറ്റ് പറയുന്നത് സെക്കൻഡിലാണ്. ദൂരത്തിന്റെ യൂണിറ്റ് പറയുമ്പോൾ മീറ്ററിൽ പറയുന്നു, സമയത്തിന്റെ യൂണിറ്റ് പറയുമ്പോൾ സെക്കൻഡിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വേഗതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മനസ്സിലായോ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ വേഗത എന്ന് പറയുന്നത് യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗത എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് നോക്കാം. വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗത സാധാരണ കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കാറ്. കാരണം എന്താ? വാഹനങ്ങളുടെ വേഗത ഇവിടെ കുറച്ചുകൂടി ഉയർന്ന അളവാണ്, ഉയർന്ന ക്വാണ്ടിറ്റിയാണ്, ബിഗർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഉയർന്ന അളവായതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ രീതിയിലാണ്, കുറച്ചുകൂടി ഉയർന്ന യൂണിറ്റ് ആണ് പ്രസ്താവിക്കുന്നത്. കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ ആണോ കിലോമീറ്റർ ആണോ വലുത്? കിലോമീറ്റർ ആണ് വലുത്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് വാഹനങ്ങളുടെ വേഗത പ്രസ്താവിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കി, കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 18/5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ഓർത്ത് വെച്ചോണം. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 18/5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റിയെ തന്നിരിക്കുന്ന ഒരളവിനെ, കിലോമീറ്റർ പെർ അവറിലുള്ള ഒരളവിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ, ഓർത്തോണേ, കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്ന ഒരളവിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിച്ചാൽ മാത്രം. ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ്, മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന അളവിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന അളവിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ 18/5 കൊണ്ടാണെന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചിരുന്നാൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ, ഓർത്തു വെച്ചേക്കുക. അപ്പോൾ അടുത്തത് നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്
വേഗതയെ പറ്റിയിട്ടാണ്. ഡിസ്റ്റൻസ്, വസ്തു സഞ്ചരിച്ച ദൂരം ബൈ വസ്തു സഞ്ചരിച്ച സമയമാണ് ആ വസ്തുവിന്റെ വേഗത എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 18ൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ അവറിൽ ഒരു വാല്യൂ തന്നാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 18ൽ 5 കൊണ്ട് ഗുണിച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത നോക്കിക്കേ, ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് സമവേഗത്തിലാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു വസ്തു സമവേഗത്തിലാണെന്ന് എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത്? സമവേഗം എന്താണ്? സമവേഗം എന്ന് നോക്കാം. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നു. തുല്യ സമയ ഇടവേളകളിൽ സഞ്ചരിക്കുന്നു. നോക്കിയേ, പോയിന്റ് എ ആണിത്, ഇത് പോയിന്റ് ഇ ആണെന്ന് സങ്കല്പിക്കാം. ഇതിനിടയിൽ ഒരു പോയിന്റ് ഉണ്ട് ബി, അടുത്ത പോയിന്റ് സി. ഓരോ പോയിന്റും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണ്. 50 മീറ്റർ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 50 മീറ്റർ ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 50 മീറ്റർ ആണ്. സിയിൽ നിന്ന് ഇയിലേക്കുള്ള ദൂരം 50 മീറ്റർ ആണ്. ഈ ആദ്യത്തെ 50 മീറ്റർ ദൂരം 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അടുത്തതും 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. നോക്കിക്കേ, ഓരോ തുല്യ ദൂരവും എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും സിയിൽ നിന്ന് ഇയിലേക്കും കവർ ചെയ്യാൻ എടുത്തത് ഓരോ പ്രാവശ്യവും 10 സെക്കൻഡ് വെച്ചാണ്. അവിടുത്തെ ദൂരം എത്രയാണ്? 50 മീറ്റർ വെച്ചാണ്. ഓരോ പോയിന്റിന്റെ ഇടയിലുള്ള ദൂരം 50 മീറ്റർ വെച്ചിട്ടാണ്. ഇനി മേലോട്ട് നോക്കിയേ, തുല്യ സമയ ഇടവേളകളിൽ ഓരോ പ്രാവശ്യവും 10 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഓരോ പ്രാവശ്യവും തുല്യ ദൂരമാണ് കവർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു കാറ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരു വസ്തു ഇങ്ങനെയാണ് തുല്യ സമയം എടുത്തുകൊണ്ട് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം കവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് പറയാം സമവേഗം അഥവാ യൂണിഫോം സ്പീഡ്. ഒരു വസ്തു യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴാണ്? തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുമ്പോഴാണ്. 50 മീറ്റർ ദൂരം 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നു. വീണ്ടും ഇതേ 50 മീറ്റർ 10 സെക്കൻഡ്, വീണ്ടും 50 മീറ്റർ 10 സെക്കൻഡ്. തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്, തുല്യ സമയമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വേഗത എന്ന് പറയുന്നത് സമവേഗമാണ്, യൂണിഫോം സ്പീഡാണെന്ന് പറയാം. മനസ്സിലായോ? അടുത്തത് നോക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്. ഇപ്പൊ ദൂരം നമ്മൾ പറഞ്ഞു, ഒരു വസ്തു സഞ്ചരിക്കുന്ന നീളം അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങൾക്ക്, രണ്ട് പോയിന്റുകൾക്കിടയിൽ വസ്തു സഞ്ചരിക്കുന്ന ആകെ നീളത്തെയാണ് നമ്മൾ ദൂരമെന്ന് പറഞ്ഞത്. ഇവിടെ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം, രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നേർരേഖ അകലം, അത് ഓർത്തോണം. നേർരേഖ അകലം, ഒരു നിശ്ചിത ദിശ, ഈ രണ്ട് വാക്കുകളും കൃത്യമാണ്. നേർരേഖ അകലം, നിശ്ചിത ദിശ. ഒരു രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് പോയിന്റുകൾ പറയുന്നു, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള നേർരേഖ അകലം ദിശയുടെ സഹായത്തോടു കൂടി പ്രസ്താവിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് പോയിന്റ് എ, ഇത് പോയിന്റ് ബി ആണ്. പോയിന്റ് എയ്ക്കും ബിക്കും ഇടയിലുള്ള നേർരേഖ അകലത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിലോ സ്ഥാനാന്തരം എന്ന് പറയാം. സ്ഥാനാന്തരം പറയുമ്പോൾ എപ്പോഴും ദിശ പറഞ്ഞിരിക്കും, ദിശ പറഞ്ഞിരിക്കും. ദേ നോക്കിയേ, സ്ഥാനാന്തരം എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്നത് എസ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ദൂരത്തിന്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ്. സ്ഥാനാന്തരത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാന്തരം പറയുമ്പോൾ എപ്പോഴും ദിശ പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. പോയിന്റ് എ, പോയിന്റ് ബി, നേർരേഖാ ദൂരത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നു. ദേ ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ദൂരം മാത്രമാണ്. നേർരേഖയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് സ്ഥാനാന്തരമാണ്.
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള നീളം എത്രയോ ആയിക്കോട്ടെ അതെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ദൂരം എന്നാണ് പറയുന്നത്. രണ്ട് പോയിന്റുകൾക്കിടയിൽ സഞ്ചരിച്ച നേർരേഖാ ദൂരം എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം പറയുമ്പോൾ എപ്പോഴും ദിശ പ്രസ്താവിച്ചാണ് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, സദിശ അളവുകളെന്നും അതിശ അളവുകളെന്നും. നമ്മൾ ഏതെങ്കിലും ഒരു അളവിന്റെ കാര്യം പറയുമ്പോൾ ആ അളവിനൊപ്പം ദിശയെ പറ്റി പറയുന്നുവെങ്കിൽ അതിന്റെ പേരാണ് സദിശ അളവുകൾ. അതായത് അളവിനൊപ്പം ദിശയെ പറ്റി പറഞ്ഞു. ഉദാഹരണത്തിന് സ്ഥാനാന്തരം പറഞ്ഞപ്പോൾ നമ്മൾ ദിശയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് പടിഞ്ഞാട്ട് 50 കിലോമീറ്റർ സഞ്ചരിച്ചു. പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് കിഴക്കോട്ട് 60 കിലോമീറ്റർ സഞ്ചരിച്ചു, 30 കിലോമീറ്റർ സഞ്ചരിച്ചു, 20 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് പറയുന്നു? ദിശയും പറയുന്നുണ്ട്. അങ്ങനെ ദിശയും പറയുന്നുണ്ടെങ്കിൽ അത്തരം അളവുകളെ നമ്മൾക്ക് സദിശ അളവുകൾ എന്ന് പറയാം. അളവുകളോടൊപ്പം ദിശ പ്രസ്താവിക്കുന്നുവെങ്കിൽ സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റികൾ. ദിശയോടൊപ്പം അളവുകളും പറയുന്നു, അളവിനോടൊപ്പം ദിശകൾ പറയുന്നുണ്ട് എങ്കിൽ ഓർക്കണം, അളവും ദിശയും ഉണ്ടെങ്കിൽ അതെന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി അളവുകളോടൊപ്പം ദിശ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിശ അളവുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അളവുകൾ മാത്രമേ പറയുന്നുള്ളൂ, ദിശ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എങ്കിൽ അവയെ അതിശ അളവുകൾ എന്ന് പറയുന്നു. അളവുകളോടൊപ്പം ദിശയും പ്രസ്താവിക്കുന്നുണ്ട്, ദിശയും അളവും ഒരുമിച്ചാണ് പ്രസ്താവിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പറയാം സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അളവുകൾ മാത്രമേ പറയുന്നുള്ളൂ, ദിശ പറയുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അളവുകൾ മാത്രമാണെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിശ അളവുകൾ, അളവുകളും ദിശയും പറയുന്നുണ്ടെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവുകൾ. സദിശ, ദിശയോടൊപ്പം പറയുന്ന അളവുകൾ. അങ്ങനെ ഓർത്താലും മതിയാകും. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? എസ് എന്നുള്ളതാണ്. നോക്കിയേ, അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. നോക്കിയേ, ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. ഒരു വസ്തു പോയിന്റ് എയിൽ നിന്ന് നേർരേഖയിലൂടെ പോയിന്റ് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത് എപ്പോഴാണ്? ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത് എപ്പോഴാണ്? ദൂരം എന്ന് പറയുമ്പോൾ അപ്പോഴെന്താണ്? ദൂരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണേ സഞ്ചരിക്കാം. ദൂരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ സഞ്ചരിക്കാം, എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പോൾ ദൂരം എന്താണ്? എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറഞ്ഞത്. സ്ഥാനാന്തരം എന്താണ്? രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള നേർരേഖാ ദൂരം. ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്ഥാനാന്തരത്തിന്റെയും ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത് എപ്പോഴാണ്? ഇവിടെ നോക്കിക്കേ, എയിൽ നിന്നും ബിയിലേക്ക് നേർരേഖയിലും വസ്തുവിന് സഞ്ചരിക്കാം, വളഞ്ഞു പുളഞ്ഞും വേണമെങ്കിലും വസ്തുവിന് സഞ്ചരിക്കാം. നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? സ്ഥാനാന്തരം എന്ന് പറയുന്നു. നേർരേഖയിൽ സഞ്ചരിച്ചാലും ദൂരമെന്നും പറഞ്ഞുകൂടെ? എയിൽ നിന്ന് ബിയിലേക്ക് നേർരേഖയിൽ സഞ്ചരിച്ചാലും അത് ദൂരം തന്നെയാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്നതിന് നമ്മൾ പൊതുവിൽ എന്താണ് പറയുന്നത്? സ്ഥാനാന്തരം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ, നോക്കിക്കേ, ഒരു വസ്തു നേർരേഖാപാതയിലൂടെ, ഈ നേർരേഖയിലൂടെ എയിൽ നിന്നും ബിയിലേക്ക് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അത് സ്ഥാനാന്തരം എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ ദൂരം എന്ന് പറയുന്നത്. വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചാലും ദൂരം തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം നേർരേഖാപാതയിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ദൂരവും സ്ഥാനാന്തരവും തുല്യമായിട്ട് വരുന്നത്. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ദൂരവും സ്ഥാനാന്തരവും തുല്യമായിട്ട് വരുന്നത്. ഓർത്തു വെച്ചോണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ്. എന്തെന്ന് പറയുന്നത്?
പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയും. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? നമ്മൾ ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വസ്തു സഞ്ചരിക്കുന്ന നീളത്തെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നേർരേഖാ ദൂരത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയം എന്ന് പറയുമ്പോൾ സമയം എപ്പോഴും നമ്മുടെ ഛേദത്തിൽ വരും. പ്രവേഗം കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, സമയം താഴെ വരും. അപ്പോ സമയം താഴെ വന്നു. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സ്ഥാനാന്തരം. അപ്പം ഒരു യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം, അല്ലെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം. യൂണിറ്റ് സമയം എന്ന് പറയുമ്പോൾ സമയം താഴെ വരുന്നു. എന്തിന് ഉണ്ടായി? സ്ഥാനാന്തരത്തിനുണ്ടായ വ്യത്യാസമാണ്. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെ വ്യത്യാസത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവേഗത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവേഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറഞ്ഞു. യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ സമയം എപ്പോഴും ഛേദത്തിലാണ് വരുന്നത്. യൂണിറ്റ് സമയം എന്ന് പറയുമ്പോൾ ഛേദത്തിൽ വരുന്നു. ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയാം. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നോക്കിക്കേ, ഒരു സദിശ അളവാണ് പ്രവേഗം. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സദിശ അളവാണ്. നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് ഒരു സദിശ അളവല്ലേ? സ്ഥാനാന്തരം ഒരു സദിശ അളവല്ലേ? അതുപോലെ തന്നെയാണ് പ്രവേഗവും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗവും എന്താണ്? ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാന്തരത്തിന്റെയും ദിശ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗത്തിന്റെയും ദിശയായിട്ട് വരുന്നത്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. ഇത് ഓർത്തു വെച്ചോണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയമാണ്. കണ്ടോ, ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു സാറേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് നേർരേഖാ ദൂരമല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കാതെ ഇരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. നോക്കിക്കേ, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിനിടയിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇവിടെ പറയുന്നു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. സാറേ, നേർരേഖാ ദൂരം എന്ന് പറയുന്നു, രണ്ട് പോയിന്റിനിടയിലുള്ള നേർരേഖാ ദൂരം എന്ന് പറയുന്നു, അപ്പൊ സഞ്ചാരപാതയെ ആശ്രയിക്കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് പോയിന്റിനിടയിലുള്ള നേർരേഖാ ദൂരമാണ്. പോയിന്റ് എ ആണിത്. എയിൽ നിന്ന് ഇങ്ങനെ യാത്ര തുടങ്ങി, ഇങ്ങനെ യാത്ര തുടങ്ങി, ഇങ്ങനെ യാത്ര തുടങ്ങി, ഇങ്ങനെ എയിൽ തന്നെ വന്ന് അവസാനിച്ചു. രണ്ട് കേസാണ്. ഇത് പോയിന്റ് എ, പോയിന്റ് ബി. ഇത് പോയിന്റ് എ. നോക്കിയേ, എയിൽ നിന്ന് യാത്ര തുടങ്ങി ബിയിൽ അവസാനിച്ചു. രണ്ട് പോയിന്റ് ഇടയിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇവിടെ പോയിന്റ് എയിൽ നിന്ന് യാത്ര തുടങ്ങി പോയി 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 വന്ന് എയിൽ തന്നെ യാത്ര അവസാനിച്ചു. രണ്ട് പോയിന്റ് ഉണ്ടോ? ഇല്ല, ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. എവിടെ യാത്ര തുടങ്ങി, എവിടെ അവസാനിച്ചു? ഇവിടെ എയിൽ നിന്ന് യാത്ര തുടങ്ങി, എയിൽ തന്നെ യാത്ര അവസാനിച്ചു. നേർരേഖാ ദൂരമില്ല. പക്ഷെ എയിൽ യാത്ര തുടങ്ങി, ബിയിൽ യാത്ര അവസാനിച്ചു. നേർരേഖാ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് സഞ്ചാരപാതയെ അല്ല, മറിച്ചോ സഞ്ചരിക്കുവാനെടുത്ത ആകെ സമയമാണ് പ്രവേഗം കണക്കാക്കുന്നത്.
മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സംശയം എന്തെങ്കിലും ചോദിച്ചാൽ മതി. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയമാണ്. ഇനി ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് പറയും. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പൊ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത്. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ഥാനാന്തരം ഭാഗം സമയം സമം പ്രവേഗം. അതായത് വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റും സമയവും തന്നു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റും ടൈമും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റും ടൈമും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വായിച്ചു നോക്കുന്ന സമയത്ത് എന്നോ വലിയ കാര്യം പോലെ തോന്നും. ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. അടുത്തത് നോക്കാം. സമപ്രവേഗവും അസമപ്രവേഗം. യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. നോക്കിക്കേ, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു പോയിന്റ് എയിൽ നിന്ന് വസ്തു സഞ്ചരിക്കുന്നു. പോയിന്റ് എയിൽ നിന്ന് ഡിയിലേക്കാണ് വസ്തു സഞ്ചരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ബിയിൽ എത്തുന്നു. 50 മീറ്റർ ആണ് ദൂരം, 5 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അടുത്ത പോയിന്റ് സിയിൽ എത്തുന്നു. 50 മീറ്റർ ആണ് ദൂരം, അതും 5 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അവിടുന്ന് ഡിയിലേക്ക് എത്തുന്നു. 50 മീറ്റർ ആണ് ദൂരം, 5 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. നോക്കിക്കേ, ഓരോ ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് തുല്യമല്ലേ? ഓരോ പോയിന്റിനിടയിലുള്ള ദൂരം തുല്യമാണ്. ഓരോ പോയിന്റിനിടയിലുള്ള ദൂരം തുല്യമാണ്. ഓരോ പോയിന്റും കവർ ചെയ്യാൻ എടുക്കുന്ന സമയവും തുല്യമാണ്. ഇങ്ങനെയാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നത് എങ്കിൽ, തുല്യ ദൂരം തുല്യ സമയ ഇടവേളകളിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ, നോക്കിക്കേ, തുല്യ സ്ഥാനാന്തരം എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന ദൂരവും സമയവും തുല്യമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? സമപ്രവേഗമായിരിക്കും. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സമപ്രവേഗത്തിലായിരിക്കും. അടുത്ത നോക്കാം. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഓർത്തു വച്ചോണം, വേഗത ദിശയും മാറിക്കഴിഞ്ഞാല് പ്രവേഗം മാറും. നോൺ യൂണിഫോം വെലോസിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ അസമപ്രവേഗത്തിലേക്ക് പോകും. നോക്കിക്കേ, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരും. വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് അസമപ്രവേഗമായിരിക്കും. പ്രവേഗത്തിന് എവിടെയെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അസമപ്രവേഗമായിരിക്കും. പ്രവേഗം തുല്യമായിട്ടാണ്, തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം തുല്യ സമയത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രവേഗം സമപ്രവേഗമായിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും എടുക്കുന്ന സമയവും എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ദൂരവും ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ദൂരവും ഡിയിലേക്ക് പോകുന്ന ദൂരവും എല്ലാം തുല്യമാണെങ്കിൽ, സമയവും ദൂരവും എല്ലാം തുല്യമാണ്, തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്, തുല്യ സമയമാണ് എടുക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയാം. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കനുസരിച്ച് പ്രവേഗം മാറും. അപ്പോൾ ഒരു വസ്തുവിന്റെ പ്രവേഗം മാറുവാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ ആദ്യം പറഞ്ഞു. വേഗത പറഞ്ഞിരുന്നു. അപ്പൊ വേഗത മാറിക്കഴിഞ്ഞാൽ എന്താണ്? പ്രവേഗം മാറും. അതുപോലെ തന്നെ ചലനദിശ മാറിക്കഴിഞ്ഞാലും പ്രവേഗം മാറും. ഉദാഹരണം നോക്കിക്കേ, വർത്തുള പാതയിലൂടെ ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. അപ്പം ആദ്യം ആ വസ്തു ഈ പോയിന്റ് എന്ന് വിചാരിക്കാം. ആ പോയിന്റിൽ നിന്ന് ഈ വസ്തു സഞ്ചരിക്കാൻ സാധ്യത കൂടുതൽ ഇങ്ങനെയാണ്, ഇങ്ങനെ തെറിച്ചു പോകത്തുള്ളൂ. ഇനി ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ തെറിച്ചു പോകത്തുള്ളൂ. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചു പോകത്തുള്ളൂ. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചു പോകത്തുള്ളൂ. ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ചലനദിശ പറയുന്നത്. അപ്പൊ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ, നോക്കിയേ, സർക്കുലർ മോഷനിലാണെന്നുണ്ടെങ്കിൽ, വർത്തുള പാതയിലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന്
പ്രവേഗം തുല്യമായിരിക്കത്തില്ല, പ്രവേഗം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടേയിരിക്കും.